സ്നേഹമുള്ളവരെ, മനുഷ്യ മഹാത്മ്യത്തെക്കുറിച്ച് ലിയോ 14 മാർപ്പാപ്പ ഇറക്കിയ പുതിയ ചാക്രിക ലേഖനത്തിൻ്റെ ആമുഖത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് ഞാൻ പരിശ്രമിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ 1891 റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം ഇറക്കിയതിൻ്റെ 135ാമത് വർഷത്തെ ആഘോഷമായിട്ടാണ് മാർപ്പാപ്പ ഈ ലേഖനം ഇറക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചാക്രിക ലേഖനം ഇറക്കുന്നത് എന്നതാണ് ആമുഖത്തിൽ അദ്ദേഹം പറയുന്നത്. ഈ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നതിൻ്റെ കൃത്യം അർത്ഥം മനസ്സിലാവണമെങ്കിൽ നമ്മൾ 30ാമത്തെ ഖണ്ഡികയിൽ അദ്ദേഹം അതിൻ്റെ അവസാനത്തെ 2 വാചകങ്ങളായിട്ട് പറയുന്ന 2 വാചകങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ആ വാചകത്തിൽ 1ാമത്തെ വാചകം ഇതാണ്: റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം അന്ന് എഴുതുമ്പോഴുള്ള സാഹചര്യത്തിൽ നിന്ന് ഇന്ന് പുതിയ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സാഹചര്യങ്ങൾ ഒക്കെ മാറിയാലും മാറാതെ നിൽക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ആ 2 കാര്യങ്ങൾ എന്താണ്? ഒന്ന്, തൊഴിലിലൂടെയാണ് മനുഷ്യൻ തൻ്റെ മഹത്വം കണ്ടെത്തേണ്ടത്. ഇതാണ് 1ാമത്തെ കാര്യം, അധ്വാനത്തിൻ്റെ പ്രാമുഖ്യം. 2ാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനം അറിയിക്കുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് എന്നോട് ഒരാൾ എനിക്ക് ഷെവലിയർ സ്ഥാനം നൽകി ആദരിച്ചപ്പോൾ ചോദിച്ചു, സാറിന് സന്തോഷമായോ എന്ന്. ഞാൻ പറഞ്ഞു, സന്തോഷമായില്ലേ. അതെന്താ കാരണം? ഇത് മറ്റുള്ളവർ സഭ എനിക്ക് തന്ന അംഗീകാരമാണ്. ഞാൻ സന്തോഷിക്കേണ്ടത് ഈ അംഗീകാരത്തിലല്ല സന്തോഷിക്കേണ്ടത്. ഈ അംഗീകാരവും ഇതുപോലത്തെ സാഹചര്യങ്ങളും സഭ എനിക്ക് നൽകുമ്പോൾ ഞാൻ എന്ത് സഭയ്ക്കും പൊതുസമൂഹത്തിനും ചെയ്തു എന്നതിലാണ് ഞാൻ സന്തോഷിക്കേണ്ടത്. അതിലെനിക്ക് വലിയ ഒരു ദുഃഖമുണ്ട്. എൻ്റെ 18ാമത്തെ വയസ്സ് മുതൽ ഞാൻ പരിശ്രമിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വിശുദ്ധ ഗ്രന്ഥത്തിന് ഒരു ആത്മീയ ജീവിതം, സ്വർഗീയ ജീവിതം, അന്ധകരണത്തിൻ്റെ വിശുദ്ധി, കൃപാവര സമൃദ്ധി എന്ന് പറയുന്ന കാര്യങ്ങൾ കൂടാതെ വിശുദ്ധ ഗ്രന്ഥം സമഗ്രമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ്. ഇപ്പം മലയിലെ പ്രസംഗത്തിൽ 2 പ്രാവശ്യം പറയുന്ന കാര്യം ഇതാണ്. വളരെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ളൂ. അതിലൊരു വാചകം ഇതാണ്: നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. നീതിക്ക് വേണ്ടി പീഡകൾ അനുഭവിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇനി മറ്റു പല സ്ഥലത്തും നമ്മുടെ നാഥൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിപ്പിൻ, ബാക്കിയുള്ളതെല്ലാം നിങ്ങളോട് കൂടെ കൂട്ടിച്ചേർക്കപ്പെടും. ഇന്ന കാലത്ത് വിശുദ്ധ കുർബാന കാണുമ്പോൾ ഞാൻ കേട്ട ദൈവവചനം ഇതാണ്: നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ, അത് പ്രയോഗിച്ചാൽ, ഞാനും എൻ്റെ പിതാവും നിങ്ങളുടെ കൂടെ വന്ന് വസിക്കും. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ബൈബിൾ നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത് വെറും ആത്മീയ ജീവിതം മാത്രമല്ല, സാമൂഹിക, രാഷ്ട്രീയ, ഭൗതിക മണ്ഡലത്തിലെ രൂപാന്തരപ്പെടുത്താനുള്ള ഒരു വിളി കൂടിയാണ് എന്നാണ് എൻ്റെ 18ാമത്തെ വയസ്സ് തൊട്ട് 67ാമത്തെ വയസ്സ് വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു വിഭാഗം സുവിശേഷ പ്രഘോഷകരും എന്നെ സുവിശേഷകനായിട്ട് അംഗീകരിച്ചിട്ടില്ല. അതാണ് എൻ്റെ ദുഃഖം. പക്ഷേ 30ാമത്തെ ഖണ്ഡികയിൽ എന്താണ് റേരും നൊവാരും നൽകിയ സന്ദേശം എന്നതിൽ മാർപ്പാപ്പ പറയാണ്: സുവിശേഷ പ്രഘോഷണം പൂർണ്ണമാകണമെങ്കിൽ എങ്ങനെ സുവിശേഷം സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മണ്ഡലങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു എന്ന വിശദീകരണം കൂടി വേണം. അല്ലാത്ത സുവിശേഷവൽക്കരണമല്ല. ഇതാണ് ഈ ചാക്രിക ലേഖനം എന്നെ വ്യക്തിപരമായിട്ട് സന്തോഷിപ്പിക്കുന്നത്. ഇത്ര എക്സ്പ്ലിസിറ്റായിട്ട് ഇത് ജോൺ പോൾ 2 മാർപ്പാപ്പ മുൻപ് പറഞ്ഞിട്ടുണ്ട്.
പ്യൂബ്ലായിൽ വെച്ച് നടന്ന ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ ബിഷപ്പുമാരുടെ സമ്മേളനത്തിൽ വെച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, ആത്മീയ മണ്ഡലത്തിൽ മാത്രം സുവിശേഷത്തെ ചുരുക്കിക്കൊണ്ട് ഭൗതികവും രാഷ്ട്രീയവുമായ മണ്ഡലങ്ങളെ അകറ്റി നിർത്തുന്നത് അത് പൂർണ്ണമായും ക്രൈസ്തവ സമ്പൂർണതയിലേക്ക് നയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചാക്രിക ലേഖനത്തിൻ്റെ ആമുഖം ആരംഭിക്കുന്നത് തന്നെ എന്താണ് ക്രൈസ്തവൻ്റെ ജീവിത ലക്ഷ്യം? അത് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവന് നീതിപൂർവകമായ ജസ്റ്റ് സൊസൈറ്റി അത് ബിൽഡപ്പ് ചെയ്യണം. 2, ഫ്രറ്റേണിറ്റി ഡെവലപ്പ് ചെയ്യണം, സാഹോദര്യം. അപ്പം നീതി, സാഹോദര്യം എന്നിവ ബിൽഡപ്പ് ചെയ്യാനായിട്ടുള്ള 3 മനുഷ്യൻ്റെ മഹത്വം. അപ്പം ഹ്യൂമൻ ഡിഗ്നിറ്റി, ജസ്റ്റിസ്, ഫ്രറ്റേണിറ്റി, ഇതിനെതിരെ വരുന്ന ഏതൊരു മൂവ്മെൻറ്റിനെയും സഭ എതിർക്കും. ഏതിൻ്റെ വെളിച്ചത്തിൽ? യേശു ക്രിസ്തുവിൽ വെളിപ്പെടുത്തപ്പെട്ട മനുഷ്യൻ എന്ന് പറയുന്നതാണ് ഹ്യൂമൻ ഡിഗ്നിറ്റിയുടെ ഏറ്റവും മാക്സിമം എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എവിടെയൊക്കെ ഹ്യൂമൻ ഡിഗ്നിറ്റി തകർക്കപ്പെടുന്നുവോ അവിടെയൊക്കെ യേശുവിൻ്റെ മുഖത്ത് നോക്കി മനുഷ്യൻ ആരാണെന്ന് മനസ്സിലാക്കി ആ പ്രതിസന്ധിയെ നേരിടുക എന്നുള്ളതാണ് ക്രൈസ്തവൻ്റെ കടമ. അപ്പം നിങ്ങൾ ചോദിക്കും, യേശു എവിടെയാണ് മനുഷ്യനെ വെളിപ്പെടുത്തുന്നത്? അത് പുതിയ നിയമത്തിൻ്റെ വരികൾക്കുള്ളിലൂടെ വായിച്ചാൽ അത് കൃത്യമാകും. ആ സമരിയക്കാരി സ്ത്രീയുമായിട്ട് കിണറ്റിൻകരയിൽ വെച്ച് നടന്ന സംഭാഷണത്തിൽ ശേഷം ആ സ്ത്രീ പറയുന്ന ഒരു വാചകമുണ്ട്. എന്താണ്? ഞാൻ ആരാണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്ന ഒരുവനെ കണ്ടു. ഞാൻ ആരാണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്ന ഒരുവനെ കണ്ടു എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് അവളുടെ പൂർവ്വകാല ചരിത്രം വെളിപ്പെടുത്തി കൊടുത്ത ഒരാളാണ് യേശു ക്രിസ്തു എന്ന പരിമിതമായ ഒരു ചുമരിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ്. അല്ല, ആ സമൂഹം അന്വേഷിച്ചിരുന്നത് മനുഷ്യൻ ആരാകുന്നു, ഞാൻ ആരാകുന്നു എന്ന അന്വേഷണമാണ്. ആ അന്വേഷണത്തിൽ യേശുവാണ് യഥാർത്ഥ മനുഷ്യൻ എന്നാണ് വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഇറക്കിയ ഗോദിയം എക്സ്പ്രസിൻ്റെ 22ാം ഖണ്ഡികയിൽ സഭ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ആമുഖമായിട്ടുള്ള ഈ പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ ഡിഗ്നിറ്റിക്കെതിരെ, ജസ്റ്റിസിനെതിരെ, ഫ്രറ്റേണിറ്റിക്കെതിരെ ചരിത്രത്തിൽ എന്ത് സംഭവിച്ചാലും അതിനെതിരെ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ഈ ചാലഞ്ചിനെ, വെല്ലുവിളിയെ നേരിടുക എന്ന സഭയുടെ പ്രതിജ്ഞാബദ്ധതയുടെ പ്രതികരണമായിട്ടാണ് ഈ ചാക്രിക ലേഖനം എഴുതുന്നത്. അപ്പോൾ ഈ ചാക്രിക ലേഖനം ഇപ്പം എന്താണ് പ്രതിസന്ധി? ആ പ്രതിസന്ധി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൃഷ്ടിച്ചിട്ടുള്ള ഒരു വലിയ കെണിയാണ്. ആ കെണി എന്താണ്? ഇപ്പം നമുക്കറിയാം, ഈ വാർത്താമാധ്യമങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് നുണപ്രചരണമാണ്. അത് മനുഷ്യരെ തമ്മിൽ അകറ്റാനാണ്, അവരെ കുറ്റപ്പെടുത്താനാണ്, വിഭജനങ്ങൾ സൃഷ്ടിക്കാനാണ്. അതിന് മാർപ്പാപ്പ ബൈബിളിലെ തന്നെ ഒരു ഉദാഹരണം പറയാണ്. എന്താണ് ഉദാഹരണം? ബാബേൽ ടവർ. ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് ഒരു സമൂഹം സൃഷ്ടിക്കാനായിട്ട് ഒതുങ്ങുന്നു. ആ സമൂഹം ഛിന്ന ഭിന്നമായി പോകുന്നു. അന്ന് അതേസമയം തന്നെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു സമൂഹം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അത് നമ്മൾ അപ്പസ്തോല നടപടികളിൽ നമ്മൾ കാണാം. വിശ്വസിച്ചവരെല്ലാം ഒരു സമൂഹമായി തീർന്നു. അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നവർ ഒരു ഭാഷയിലായിത്തീരുന്നു. അപ്പം ബാബേൽ നഗരത്തിൽ ഒരു ഭാഷ സംസാരിച്ചിരുന്നവർ ദൈവത്തെ നിഷേധിച്ചപ്പോൾ പല ഭാഷകളിലായി കലഹിച്ചു. എന്നാൽ ദൈവത്തെ സ്വീകരിച്ചപ്പോൾ പല ഭാഷകൾ സംസാരിച്ചിരുന്നവർ പരിശുദ്ധാത്മാവിൽ ഒരു ജനതയായി മാറി. ഇതാണ് മാർപ്പാപ്പ ബൈബിളിൽ നിന്നുള്ള സിമ്പൽ ഉപയോഗിക്കുന്നത്. എന്നിട്ട് എന്തായിരിക്കണം ക്രൈസ്തവർ ചെയ്യേണ്ടത്? ക്രൈസ്തവർ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ വിശ്വാസത്തിൽ നോക്കിക്കൊണ്ട് ചരിത്രത്തിൽ നടക്കുന്ന പുതിയ സംഭവങ്ങൾ, ആ സംഭവങ്ങളെ എന്തു ചെയ്യണം? ഉത്തരം നൽകില്ലല്ല. ഉത്തരം നൽകാൻ സഭയ്ക്ക് പലപ്പോഴും കഴിയില്ല. ഇപ്പോൾ റേരും നവാരും അന്നത്തെ സാഹചര്യത്തിൽ തൊഴിലാളി മുതലാളി സംഘടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതി. മാർപ്പാപ്പ അതിനെ പ്രതികരിച്ചു. മുതലാളിയുടെയും തൊഴിലാളിയുടെയും സഹകരണമാണെന്ന് പറഞ്ഞു. അതിൻ്റെ അനന്തരഫലമായിട്ട് ഇന്ന് യൂറോപ്പിലെ നിലവിലുള്ള
രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് റേരു നൊവാരിൽ നിന്ന് രൂപം കൊണ്ടതാണ്. അത് രൂപപ്പെടുത്തിയത് അഡനോവർ എന്ന് പറയുന്ന ജർമ്മൻ ചാൻസലറാണ്. അത് നടപ്പിലാക്കിയത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ജർമ്മനിയിൽ. ആ മാതൃകയാണ് നെഹ്റു ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പരിശ്രമിച്ചത്. പക്ഷേ അതിൽ ക്രിസ്ത്യൻ ആത്മാവില്ലാത്തത് കൊണ്ട് അത് തകർന്നു പോയി എന്ന് മാത്രം. അപ്പോൾ പ്രിയമുള്ളവരെ, മാർപ്പാപ്പ പറയാണ്, അന്നത്തെ സാഹചര്യത്തിൽ ലിയോ 13 പറഞ്ഞു, അത് ലോകം സ്വീകരിച്ചു. ഇന്നിതാ പുതിയ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? 3 മേഖലകളെയാണ് വിശകലനം ചെയ്യേണ്ടത്. 1 സാമൂഹിക സംഭവങ്ങൾ, 2 സാമ്പത്തിക സംഭവങ്ങൾ, 3 രാഷ്ട്രീയ സംഭവങ്ങൾ. അപ്പോൾ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക മണ്ഡലങ്ങളെ ക്രിസ്തു നൽകിയ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ വിശകലനം ചെയ്യാനും അതിന് പരിഹാരം ചെയ്യാനും പരിശ്രമിക്കുക എന്നതാണ് റേരും നൊവാരിന് ശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ മാർപ്പാപ്പന്മാരും ചെയ്തിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അതിന് നമ്മൾ ഏതിനെ ആശ്രയിക്കണം? ഇതാണ് ദൈവശാസ്ത്രജ്ഞന്മാർ പ്രത്യേകമായിട്ട് കേൾക്കേണ്ട ഒരു കാര്യം. അതായത് രാഷ്ട്രീയ സാമൂഹിക സംഭവങ്ങൾക്കനുസരിച്ചിട്ട് സുവിശേഷത്തെ മാറ്റി എഴുതല്ല വേണ്ടേ. യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തുന്ന മനുഷ്യൻ്റെ ഡിഗ്നിറ്റി, ആ മഹാത്മ്യം, അതിനനുസരിച്ച് അതിനെ മാനദണ്ഡമാക്കി വെച്ചുകൊണ്ട് രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക മണ്ഡലത്തിലെ വിശകലനം ചെയ്യണം. ഇപ്പോൾ ഒരു ഉദാഹരണം വന്നിട്ട് മാത്രം ഞാൻ ഈ എപ്പിസോഡിൽ പറയുന്നുള്ളൂ. എന്താണ് ഉദാഹരണം? ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് മറ്റേത് രാഷ്ട്രങ്ങൾ തമ്മിലാണ് കരാറുകളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നേരിട്ട് 2 രാജ്യങ്ങളിലിരുന്ന് 2 കമ്പനികൾ നേരിട്ട് സംഭാഷണം ചെയ്യാണ്. അത് അവർ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ നടപ്പിലാക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ദിവസം രാത്രി ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്ന് കിടക്കുകയാണ്. എന്ത്? താങ്കളുടെ മൊബൈലിലെ കംപ്ലീറ്റ് സെറ്റപ്പ് ഞങ്ങൾ ചൈനയിലിരുന്ന് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഓഫ് ചെയ്ത് ഓൺ ചെയ്താൽ അത് വർക്ക് ചെയ്യും. അപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ സമ്മതം അവർക്ക് ആവശ്യമുണ്ടോ? ഇല്ലേ? അപ്പോൾ പ്രിയമുള്ളവരെ, വോട്ടിംഗ് മെഷീൻ വരെ ഇതുപോലെ മാറ്റാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ രാഷ്ട്രത്തിന് പോലും ഇടപെടാൻ കഴിയാത്ത വിധത്തിൽ 2 രാജ്യങ്ങളിലെ അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിലെ വ്യക്തികൾ ഒരുമിച്ചിരുന്ന ഒരു കരാറിൽ ഏർപ്പെടുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ സമൂഹമില്ല, കംപ്ലീറ്റ് പ്രൈവറ്റ് വ്യക്തികളാണ്. അതാണ് എക്സ്ട്രീം ഫോം ഓഫ് ക്യാപിറ്റലിസം. അത് സഭ തള്ളിക്കളയാണ്. കാരണം പൊതു നന്മയാണ് സഭയുടെ എപ്പോഴും ലക്ഷ്യം വെക്കേണ്ട മാനദണ്ഡം എന്നാണ് ഈ ഗ്രന്ഥത്തിലെ ആമുഖത്തിൽ പറയുന്നത്. അത് വിചാരിച്ചിട്ട് സമൂഹത്തിൻ്റെ വ്യക്തികളുടെ അവകാശത്തെ ചോർത്തിക്കളയല്ല. അത് കൃത്യമായിട്ട് റേരും നൊവാരിൽ പറയുന്നുണ്ട്. പ്രൈവറ്റ് പ്രോപ്പർട്ടി അത് മനുഷ്യൻ്റെ ഒരു നാച്ചുറൽ റൈറ്റാണ്, ഇന്നലീനബിൾ റൈറ്റാണ്. സർക്കാരിന് പോലും അത് എടുത്തു മാറ്റാനുള്ള അവകാശമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം മാത്രമാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ. അതായത് കോമൺ ഗവൺമെൻറ്റിന് പോലും ഇടപെടാൻ പറ്റാത്ത വിധത്തിൽ പുറത്തുള്ള രാജ്യങ്ങളിലെ കമ്പനികൾ, ചിലപ്പോൾ ആ കമ്പനികൾ നടപ്പിലാക്കുന്നത് ആ രാജ്യത്തിൻ്റെ അജണ്ടയാകാം, നമുക്കറിയില്ലേ. അപ്പോൾ ആ രീതിയിൽ മനുഷ്യൻ്റെ സമ്മതത്തെ പോലും തള്ളിക്കളയുന്ന, എൻ്റെ ഇതൊന്നും ആവശ്യമില്ല, എൻ്റെ എല്ലാ ഡാറ്റയും, ഇപ്പം ഞാനൊരു മെഡിക്കൽ സെൻറ്ററിൽ പോയിട്ട് എൻ്റെ ശരീരം ചെക്ക് ചെയ്താൽ മിനിറ്റുകൾക്കകം ആ ചെക്ക് ചെയ്യുന്ന മൊമെൻറ്റിൽ തന്നെ എന്നെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും എൻ്റെ സമ്മതം കൂടാതെ അമേരിക്കയിലൊരു കമ്പനിയിലേക്ക് മാറ്റി. അതാണല്ലോ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു വലിയ ഇൻഫർമേഷൻ വിറ്റു എന്ന് പറഞ്ഞ വിവാദം ഉണ്ടായത്. അപ്പോൾ അതിന് സർക്കാരിനെ പോലും ഒഴിവാക്കുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അവർ പറയും, അതെ നിങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശ, നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ കമ്മീഷൻ പറ്റിക്കോ, നിങ്ങൾക്ക് ഇതിലൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് വെല്ലുവിളിക്കുന്ന രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരുന്നത് മനുഷ്യമഹത്വത്തിന് എതിരാണെന്നാണ് പറയുന്നത്. അല്ലാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് എതിരാണ് മാർപ്പാപ്പ എന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ നിർത്തുകയാണ്. 2 കാര്യങ്ങളെ പറയുന്നുള്ളൂ.
ഒരേ ഒരു കാര്യം ഞാൻ എംഫസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇനിയെങ്കിലും സുവിശേഷ പ്രഘോഷകർ മനസ്സിലാക്കുക. എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ? ഞാനും ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു പരിപാടിയല്ല സുവിശേഷം. നീതി ജലം പോലെ ഒഴുകുന്ന ദൈവരാജ്യം ഈ ലോകത്തിൽ രൂപാന്തരപ്പെടുത്താനുള്ള ഒരു കടമയാണ് സുവിശേഷം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഈ 30-ാമത്തെ ഖണ്ഡികയുടെ അവസാനത്തെ വാചകങ്ങൾ പറയുന്നത് ഇതാണ്: സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ഘടനകളെ മാറ്റാൻ തക്ക വിധമുള്ള പ്രചോദനം സുവിശേഷ വ്യാഖ്യാനത്തിൽ നിന്ന് ലഭിക്കുന്നില്ലെങ്കിൽ സുവിശേഷ പ്രഘോഷണമേ അല്ല. അപ്പം അതുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുന്നവരും ദൈവശാസ്ത്ര ചിന്തകരും അത് പഠിപ്പിക്കുന്നവരും ഈ സഭയുടെ ഈ റേറുന്നവാരും മുതൽ മനുഷ്യമഹത്വം എന്നുവരെയുള്ള ചാക്രിക ലേഖനത്തിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളണമെന്ന ആമുഖ അധ്യായത്തിലെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.